വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കമന്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്, ഇവിടെ ജർമ്മൻ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ജർമ്മൻ ഇല്ലാതെ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. സത്യത്തിൽ ഇവിടെ ജർമ്മൻ ഇല്ലാതെ ഒരുപാട് പേരുണ്ട് അല്ലേ? ജർമ്മൻ ഇല്ലാതെ ഒരുപാട് പേരുണ്ട്. അത് അവരുടെ ജോബ് അങ്ങനെ ജർമ്മൻ വേണ്ട എന്ന് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതിന്റെ ആവശ്യമില്ല. മെയിൻലി നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ IT-കാർക്കായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അങ്ങനെ കാണുന്നത്. പിന്നെ ചില മോസ്റ്റ് ഓഫ് ദ ജോബ്സ്, അതായത് 80% ജോബ് എനിക്ക് തോന്നുന്നു എന്തായാലും ജർമ്മൻ വേണ്ടി വരും. പിന്നെ നമ്മൾ ഇരിക്കുന്ന കമ്പനി ഡിപ്പെൻഡ് ചെയ്യുക. ഇന്റർനാഷണൽ കമ്പനി ആണെങ്കിൽ ജർമ്മന്റെ ആവശ്യം വരത്തില്ലായിരിക്കും. ഇവിടെ നമുക്ക് സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ജർമ്മൻ ഒക്കെ ആവശ്യമാണ്. നിങ്ങൾ ജോലി നോക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായാലും ജർമ്മൻ പഠിച്ചിട്ട് വരാനായിരിക്കും ഞങ്ങളുടെ ഒരു സജഷൻ. കാരണം ജർമ്മൻ ഇല്ലാതെ ഇവിടെ വന്ന് നമ്മളൊരു ജോലി സെർച്ച് ചെയ്യുക, അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ജർമ്മൻ അറിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് ജോലി നോക്കാൻ തുടങ്ങിയാൽ തന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പൊ ജർമ്മൻ ഇല്ലാതാണെങ്കിൽ അത് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ എന്തായാലും ജർമ്മൻ പഠിക്കണം. നമ്മളുടെ ഓരോ വീഡിയോസ് കണ്ടിട്ട് അതിൽ കമന്റ് ചെയ്യുന്നവരും അല്ലാതെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നതും ഒക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ എത്ര ആൾക്കാരാണ് നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത്. അവർക്കെല്ലാം ഉള്ളൊരു കൺസേൺ ആണ് ജർമ്മൻ പഠിക്കുന്നത് എങ്ങനെ ഒന്ന് സ്ട്രക്ചറായിട്ട് പഠിക്കും, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ. കുറെ ആൾക്കാരുണ്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജർമ്മൻ പഠിക്കുന്നവർ. അല്ലാതെ ചിലവര് തന്നെ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളിൽ തന്നെ കുറെ ആൾക്കാരുണ്ടായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ ഇപ്പോഴേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോവണ്ട, ഇപ്പൊ ഞാൻ തന്നെ പഠിച്ചു തുടങ്ങാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോവാം എന്ന് വിചാരിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളൊരു ബേസിക് ആയിട്ടല്ലേ ഒരു A1 ലെവൽ എന്ന് തന്നെ പറയാം. നിങ്ങൾ ഇതുവരെ ജർമ്മൻ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു 10-day പ്ലാൻ ആണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചൊരു 30-day പ്ലാൻ ഒക്കെ ഉണ്ടാക്കാന്ന്, പിന്നെ വിചാരിച്ചു അത് കുറച്ച് ലെങ്തി ആയിരിക്കും, നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു 10-day പ്ലാൻ ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ജർമ്മൻ പഠിച്ച് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ജർമ്മനിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒബ്വിയസ്ലി അറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജർമ്മൻ പഠിക്കണം. അപ്പൊ നിങ്ങൾ അത്രയും പഠിക്കാൻ വേണ്ടി അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ജർമ്മൻ പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, അത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റാതെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ, ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു 10-day ചലഞ്ച്, ഒരു 10-day ഒരു ട്യൂട്ടോറിയൽ പോലെ മാത്രമുള്ള ഈ വീഡിയോ. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ 10 days കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതുപോലെ ഈ പറയുന്ന രീതിയിൽ ഓരോ ഡേയിലും നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ഉള്ളതായിട്ട്. നിങ്ങളിപ്പം എന്തായാലും കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ. നമ്മളിപ്പോ ഇവിടെ വന്ന് സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി കുറച്ച് സമയം മാറ്റി. നിങ്ങൾ ഭയങ്കര ഹെക്റ്റിക്കാണ് നിങ്ങളുടെ കാര്യങ്ങൾ, നാട്ടിൽ വെച്ച് ഇപ്പം പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്ക് ഈ 10 ദിവസം ഉണ്ടെങ്കിൽ ഈ 10 ദിവസം കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക് ആയിട്ട് ഇവിടെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടുത്തെ ഓഫീസിൽ പോയാലോ അല്ലെങ്കിൽ ഇവിടുത്തെ DHL പോയാലോ, അങ്ങനെ ജർമ്മൻ മാത്രം സംസാരിക്കുന്ന ഓരോ ഏരിയയിൽ പോയാൽ പോലും നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റും ഈ 10-day ഈ ഒരു ചലഞ്ച് കൊണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്ന അത് മാത്രമാണ്, നമ്മൾ ബേസിക്സ് മാത്രം പഠിച്ചെടുക്കുക, ഒരു സ്ട്രക്ചർ, ആ ഒരു രീതി എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം മാത്രം നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു 10-day ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാവേ. അപ്പൊ Day 1 നിങ്ങൾ തുടങ്ങേണ്ട എന്താണെന്ന് വെച്ചാൽ ബേസിക് ഗ്രീറ്റിംഗ്സ് എന്നാണ്. ഇവിടെ ആണെങ്കിൽ നമ്മളിപ്പോ പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നോർമലി ആൾക്കാരെല്ലാം നമ്മളെ ഗ്രീറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ആരും അങ്ങനെ മൈൻഡ് ചെയ്തിരിക്കത്തില്ല. നമുക്ക് അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും നമ്മളുടെ അടുത്ത് വന്നിട്ട് ഹലോ പറയും, പിന്നെ ഗുഡ് മോർണിംഗ് പറയും. നമ്മൾ രാവിലെ പോകുന്നെങ്കിൽ വൈകുന്നേരം പോകുമ്പോൾ ഗുഡ് ടാഗ് അങ്ങനെയൊക്കെ പറയും.
അപ്പൊ അങ്ങനെയുള്ള ബേസിക് ഗ്രീറ്റിംഗ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതായത് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് ബേസിക് ജർമ്മൻ ഗ്രീറ്റിംഗ്സ് എന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗിന് എന്താണ് പറയുന്നത്, ഗുഡ് ഈവനിങ്ങിന് എന്താണ് പറയുന്നത്, ഹലോ, ഹൗ ആർ യു, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതിന്റെ ജർമ്മൻ കിട്ടും. അതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഒരുപാട് ഗ്രീറ്റിംഗ്സ് ഉണ്ടാവും, എന്നാലും മെയിൻ ആയിട്ടുള്ള കുറച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വേർബ്സ് പഠിക്കുക എന്നുള്ളതാണ്. ജർമ്മനിൽ ഒരുപാട് വേർബ്സ് ഉണ്ടാവുമല്ലോ, പക്ഷെ അതെല്ലാം നമുക്കൊരു ഫസ്റ്റ് ഡേ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ടോ പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ബേസിക് ആയിട്ടുള്ള വേർബ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ലിസ്റ്റ് കിട്ടും. ആ വേർബ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. അത് വേർബ് നിങ്ങൾ പഠിക്കാൻ നേരത്തെ ഡെയിലി ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 10 ഡേ ചാലഞ്ചിനകത്ത് നിങ്ങൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. വേർബ് ഇപ്പൊ ഞാൻ ഡെയിലി 5 വേർബ് കാണാതെ പഠിക്കാം, 10 വേർബ് കാണാം. നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി പോലെ നിങ്ങൾക്ക് എത്ര പഠിക്കാൻ പറ്റും അത്രയും കാണാതെ പഠിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേർബ് നമ്മുടെ ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് വേർബുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതങ്ങനെ അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് 5 വേർബ് 10 വേർബ് ഞാൻ പഠിക്കും എന്നുള്ളത് അങ്ങനെ ആക്കി വെക്കുക. അപ്പൊ ഫസ്റ്റ് ഡേയിൽ എന്തായാലും നിങ്ങൾ ഒരു 10 വേർബ്, ബേസിക് ആയിട്ടുള്ള 10 വേർബ് പഠിച്ചു തുടങ്ങുക. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതല്ല, മനസ്സിലാക്കേണ്ട കാര്യമാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ. സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന രീതിയല്ല. ഇവിടെ എപ്പോഴും വേർബ് സെക്കൻഡ് പൊസിഷനിലായിരിക്കും നമ്മൾ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കാൻ നേരത്ത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ആ ഒരു ഫോമിലായിരിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ പേര് ഫെബിൻ എന്നാണെങ്കിൽ ഇഷ് ബിൻ ഫെബിൻ, അതായത് ഐ ആം ഫെബിൻ എന്ന് പറയും. അത് ഞാൻ ഇന്നിടത്തുനിന്ന് വരുന്നു, ഐ കം ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന പോലെ നമുക്ക് ഇഷ് കൊമെ ഔസ് ഇന്ത്യൻ, അങ്ങനെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള. അപ്പൊ എപ്പോഴും രണ്ടാമത്തെ പൊസിഷനിൽ വേർബ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ കുറച്ച് സെന്റൻസ് നിങ്ങൾ തന്നെത്താനെ ക്രിയേറ്റ് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കുവോ, അങ്ങനെ എഴുതി വെക്കുക. പിന്നെ ഉറക്കെ സംസാരിച്ച് പഠിക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു ചമ്മല് പോവും. പിന്നെ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഡേ 1. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ഡേ 1 പഠിച്ചത്? കുറച്ച് ബേസിക് ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ് പഠിച്ചു. രണ്ടാമതായിട്ട് കുറച്ച് 10 വേർബ്, കുറച്ചല്ല 10 വേർബ് പഠിച്ചു. ബേസിക് ആയിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കി. അപ്പൊ ഇനിയും ഡേ 2-ലെ നമ്മൾ ഒരു ചാലഞ്ച് എന്ന് പറയാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ കുറച്ച് ഫർദർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ തന്നെത്താനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കാൻ നോക്കുക. അത് നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, നിങ്ങൾ നേരത്തെ എന്താണ് ചെയ്തത്, എന്താണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇംഗ്ലീഷിലാവുന്ന ഒരു ഇത് എഴുതിയിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കുറച്ച് വേർബ് കാണാതെ പഠിക്കാൻ പറഞ്ഞു. അപ്പൊ ആ വേർബ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എന്താണ് അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് യൂസ് ചെയ്തിട്ട് ജർമ്മനിലോട്ട് ഈ സെയിം സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു സെന്റൻസ് ഓരോരോ സെന്റൻസ് ആയിട്ട് എഴുതി ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു ബേസിക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് സെന്റൻസ് വരുന്നത്, അല്ലെങ്കിൽ ഇന്നാണ് വേർബ്. നമ്മൾ എഴുതിയും കൂടെ പഠിക്കാൻ നേരത്ത് നമുക്ക് കുറെ കാണാതെ നമുക്ക് മനസ്സിൽ ബൈഹാർട്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സെക്കൻഡ് ഡേയിലെ ചലഞ്ച് എന്ന് പറയാനായിട്ട് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇനി ഡേ 3 നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് കാര്യം നമ്പേഴ്സ് ആണ്. അതായത് ഒരു 0 to 100 വരെ ജർമ്മനിലെ നമ്പേഴ്സ് എഴുതി വെക്കുക. അത് നമുക്ക് ഒരു 10-20 ഒക്കെ ആകുമ്പോൾ തന്നെ ബാക്കി നമുക്ക് ഏകദേശം പറയാൻ പറ്റും. അത് നോക്കുമ്പോൾ തന്നെ ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 10 വരെയുള്ളത് അറിയാന്നുണ്ടെങ്കിൽ ബാക്കി ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ 0 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് ജർമ്മനിൽ എഴുതി വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇനി നമ്പേഴ്സ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് ഡേയ്സ് ആണ്. അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഇല്ലേ, അത് ജർമ്മനിൽ എങ്ങനെയാ പറയുന്നതെന്ന് പഠിക്കുക. അതേപോലെ മന്ത്സ്, ജനുവരി, ഫെബ്രുവരി, അതെങ്ങനെയാ പറയുന്നതെന്ന് എഴുതി വെച്ച് അത് പഠിക്കുക. അത് മന്ത്സിന്റെ പേര് പഠിക്കുക എന്നുള്ളത് അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ല, കാരണം അത് ഇംഗ്ലീഷുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടാണ് ഇവിടുത്തെ ജർമ്മനിലും പറയുന്നത്. ഇനി അത് രണ്ടും സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഡേ 3 ചെയ്യണം. വേറെ ഒന്നുമല്ല, നമ്മൾ ടൈം ഇവിടെ എങ്ങനെയാ പറയുന്നതെന്നുള്ളത്. ടൈം എങ്ങനെയാ പറയുന്നതെന്നുള്ളതിന് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ടൈം പറയുന്നതിന് വലിയ പാടൊന്നുമില്ല. അപ്പം ടൈം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
അന്ന ദിവസം തൊട്ട് തന്നെ നിങ്ങൾ പിന്നെ സമയം നോക്കുമ്പോഴൊക്കെ ജർമ്മനിൽ ടൈം പറയാൻ ശ്രമിക്കണേ. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് വരും. പിന്നെ ഈ എല്ലാ ദിവസവും നിങ്ങൾ ഒരു 10 വേർഡ്സോ 20 വേർഡ്സോ എക്സ്ട്രാ പുത്തൻ വേർഡ്സ് പഠിച്ചു പോവുകയാണെങ്കിൽ പോകുന്ന ദിവസങ്ങളിൽ ഓരോ സെന്റൻസ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അത് നമ്മൾ ഓരോ ദിവസം പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾ പുതിയ കുറെ വേർഡ്സ് എങ്കിലും പഠിച്ചിരിക്കണം. അപ്പൊ ഡേ 4 നമ്മൾ എന്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ആണ്. ഇപ്പൊ ജർമ്മനിൽ നമ്മുടെ ഇംഗ്ലീഷിലെ പോലല്ല, ഇവിടെ കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. ഓരോ ജെൻഡറിന് ഡിഫറെന്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ദ, ദി, ദസ് എന്നൊക്കെ പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. അത് പല കേസസിൽ പല രീതിയിൽ മാറാം. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള ദ, ദി, ഡസ് എന്ന് പറഞ്ഞാണ് ബേസിക് ആർട്ടിക്കിൾസ്. ഇത് പഠിക്കാൻ ഇപ്പൊ ഒരു നൗണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ ടേബിളിന് നമുക്ക് ഇംഗ്ലീഷിൽ ദി ടേബിൾ എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ആ ഒരു നൗണിന് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ, ഫിക്സ്ഡ് ആയിട്ടൊരു ആർട്ടിക്കിൾ ജർമ്മനിലുണ്ട്. അപ്പൊ ഇത് നമുക്ക് കാണാതെ പഠിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം അതിന് ചില ട്രിക്ക് ഉണ്ട്. ആ ഒരു നൗൺ എങ്ങനെയാണോ തീരുന്നത്, ആ നൗണിന്റെ എൻഡിങ് എങ്ങനെയാണോ അതനുസരിച്ച് ചില ആർട്ടിക്കിൾ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കുറെ യൂട്യൂബ് വീഡിയോസും പിന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും തലയിൽ ഓർത്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, ടേബിളിന്റെ ആർട്ടിക്കിൾ ഇതാ, ബുക്കിന്റെ ആർട്ടിക്കിൾ ഇതാ, പേനയുടെ ആർട്ടിക്കിൾ ഇതാ എന്നൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും പെട്ടെന്ന്. നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു വീട്ടിൽ നോക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് എപ്പോഴെപ്പോഴും കാണുന്ന ആ ഒരു സംഭവങ്ങളുടെ പേര് ഓർത്തിന്നിട്ട് അതിന്റെ ആർട്ടിക്കിൾ പഠിക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ നേരത്ത് തന്നെ കാണാൻ പറ്റും ഇപ്പൊ ടിവിയുടെ ആർട്ടിക്കിൾ എന്താണ്, അതൊക്കെ എഴുതി പഠിക്കാൻ നേരം നമുക്ക് തലയിൽ അതങ്ങ് നിൽക്കും. അപ്പൊ നമ്മൾ കാണാതെ പഠിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ നേരത്തെ ട്രൈ ചെയ്യാൻ പറഞ്ഞല്ലോ, അപ്പൊ സെന്റൻസ് അങ്ങനെ എഴുതാൻ നേരത്ത് നമുക്ക് ആർട്ടിക്കിൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതി പോകാൻ പറ്റും. അപ്പൊ അത് കുറച്ചും കൂടെ ഡെവലപ്ഡ്, നമ്മുടെ ലാംഗ്വേജ് അങ്ങനെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ട് വരും. ഇപ്പൊ എല്ലാം നമുക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അതിന്റെ ആർട്ടിക്കിൾ മനസ്സിലാക്കുക, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അല്ല ഇപ്പൊ ഒരു ദിവസം എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ കാണാതെ പഠിക്കാന്ന് വെച്ചാലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി ഡേ 5 ചലഞ്ച് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഫുഡിന്റെ പേരുകൾ, നിങ്ങൾ ഇവിടുത്തെ കിട്ടുന്ന ഓരോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ജർമ്മൻ പേരുകൾ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ഇതിന് എത്ര രൂപയാവും എന്നൊക്കെ ചോദിക്കുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ ജർമ്മനിൽ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതൊക്കെ വേണമെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് കാണാതെ തന്നെ കുറച്ച് എനിക്കിത് വേണം അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന പോലോ അതിന് എത്ര രൂപയാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ വെജിറ്റബിൾസിന്റെ പേര് അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ പേര്, കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ പേര്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇതിന് എത്ര രൂപയാകും, അതേപോലെ എനിക്കൊരു ബ്രെഡ് വേണം അല്ലെങ്കിൽ പാലിന് എത്രയാ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ബേസിക് കാര്യങ്ങൾ കുറച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഡേ 5 ചലഞ്ച്. അതിനോടൊപ്പം തന്നെ ഡേ 5 നിങ്ങൾ ഫുഡ് റിലേറ്റഡോ സൂപ്പർ മാർക്കറ്റ് റിലേറ്റഡോ അങ്ങനെയുള്ള ഒരു 25 വേർഡ്സ് എങ്കിലും മിനിമം ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പൊ ഡേ 6 ചെയ്യാൻ പറ്റുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി നിങ്ങൾ തന്നെ കുറെ, നമ്മളിപ്പോ ഇംഗ്ലീഷിലെ പോലെ WH ക്വസ്റ്റ്യൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അത് തന്നെ നോട്ട് ഡൗൺ ചെയ്യുക, തന്നെ പറയുക. അപ്പൊ അത് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നമുക്ക് ഇതിന് എത്ര രൂപയാ, അല്ലെങ്കിൽ ഇപ്പൊ റോഡിൽ നിന്നിട്ട് നമുക്ക് ഇന്നൊരു ഡെസ്റ്റിനേഷനോട്ട് പോകണം, അപ്പൊ ആ ഡെസ്റ്റിനേഷനോട്ട് പോകുന്ന വഴി എങ്ങനെയാ, അല്ലെങ്കിൽ ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എവിടാ എന്നൊക്കെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ചോദിക്കാൻ വേണ്ടി നമുക്ക് അറിയണം. അപ്പൊ ഈ കുറെ WH ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ജർമ്മൻ ടേംസ് പഠിച്ചു വെക്കുക. അപ്പൊ അത് യൂസ് ചെയ്ത് ഒരു സെന്റൻസ്, കുഞ്ഞ് സെന്റൻസ് അല്ലെങ്കിൽ കുഞ്ഞ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ വേ, വാസ്, വോ അതൊക്കെ ജർമ്മൻ ആണ്. വെൻ എന്നൊക്കെ പറഞ്ഞുള്ള അത് യൂസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ വാട്ട്, വെയർ, ഹൂ അങ്ങനെയൊക്കെ പറയുന്നതിനുള്ള ജർമ്മൻ ടേംസ് WH ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ WH ക്വസ്റ്റ്യൻ ആണെങ്കിലും SR/No ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ചോദിക്കുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ SR/No ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം വേർബ് വരും, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും ആദ്യം വരുന്നത് എന്നൊക്കെയുള്ള ആ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കി വെച്ചേക്കണേ. അപ്പൊ അതോടുകൂടി നമ്മുടെ ഡേ 6 നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഡേ 7 നമുക്ക് എന്താ പഠിക്കാൻ പറ്റുന്ന വെച്ചാൽ ഒരു ഫാമിലി ട്രീ, അതിന്റെ എങ്ങനെയാണ് ജർമ്മൻ പറയാൻ പറ്റുന്നത്. നമ്മുടെ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, പിന്നെ അങ്ങനെ നമ്മുടെ സിസ്റ്റർ, ബ്രദർ, അതിന്റെ ഒക്കെ ഒരു ജർമ്മൻ പഠിക്കുക.
അപ്പൊ അത് നമുക്ക് അത് പ്ലസ് പൊസസീവ് പ്രൊനൗൺസ്, അതായത് നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാം, നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മൈ ഫാദർ, അതായത് മൈ ഫാദർ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഒരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ആ പൊസസീവ് പ്രൊനൗൺസും കൂടെ പഠിക്കണം. ഫാമിലി ട്രീ ജർമ്മനിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ച് കുറച്ച് സെന്റൻസ് ഈ പൊസസീവ് പ്രൊനൗൺസ് യൂസ് ചെയ്ത് കുറച്ച് സെന്റൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ അതാണ് നമുക്ക് ഡേ 7 ചെയ്യാൻ പറ്റുന്നത്. ഡേ 8 നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെ പറയാമെന്നുള്ളതാണ്. അതിനാദ്യം നിങ്ങൾ നിങ്ങളുടെ റൊട്ടീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേർബ്സ് പഠിക്കുക. അതായത് നിങ്ങൾ എഴുന്നേൽക്കുക, കഴിക്കുക, വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസിൽ പോവുക എന്നൊക്കെ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന കുറെ വേർബ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ നിങ്ങളുടെ ഡെയിലി റൊട്ടീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് വേർബ്സ് എഴുതിയിട്ട് അതിന്റെ ജർമ്മൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് വേർബ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു സെന്റൻസ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഷോർട്ടായിട്ടൊരു 5 സെന്റൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഡേ 8 പഠിക്കേണ്ടതായിട്ടുള്ളത്. ഡേ 9 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചലഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നമ്മളിപ്പം തുടക്കത്തിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അവിടെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഹോബീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോബീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹോബീസ്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാ, അപ്പൊ അതൊക്കെ ആ ഇംഗ്ലീഷ് ടേം എഴുതി വെച്ചിട്ട് അതിന്റെ ജർമ്മൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതൊരു സെന്റൻസ് സ്ട്രക്ചറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നിട്ട് അത് പറയാൻ ശ്രമിക്കുക. അത് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറയാൻ നേരത്ത് എപ്പോഴും ഒരു വീഡിയോ കണ്ടു നോക്കുക. അതിന്റെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ ആണോ എന്നൊക്കെ കണ്ടു നോക്കിയിട്ട് അത് ഉറക്കെ ഇങ്ങനെ സംസാരിച്ച് ലൗഡായിട്ട് പറയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോകാനും പറ്റും. ആ ഒരു മടി, നമുക്ക് ആ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ചമ്മല് നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഡേ 9 നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കത് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമല്ല, നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ പറയാനായിട്ട് പഠിക്കുക. നമ്മുടെ ഇഷ്ടങ്ങളും ഡിസ്ലൈക്കും ഒക്കെ പറയാനായിട്ട് ജർമ്മനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്കത് വേണം എന്നൊക്കെ പറയാനായിട്ട് പറ്റും. അപ്പം ഡേ 9 നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ പറയാനായിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ 9 days കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഡേ 10 എന്താന്ന് വെച്ചാൽ റിവ്യൂവും പ്രാക്ടീസ് സെക്ഷനുമാണ്. നമ്മൾ ഇത്രയും ഒരു 9 days ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ, നിങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സാധനങ്ങളുടെയൊക്കെ ജർമ്മൻ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മുടെ ഡേ 10. അതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് എന്തോ ഒന്ന് മനസ്സിലായി, പഠിച്ചു എന്ന്. ഇത്രയൊന്നും പഠിച്ചാൽ ശരിക്കും കംപ്ലീറ്റ്ലി നമുക്ക് ചെലവലാ സംസാരിക്കാൻ പറ്റണമെന്നില്ല. ഇവിടെ വന്നാൽ അത് ഇനഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ലെവൽ ആയി എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങളിൽ പലർക്കും ഇത് 10 days കൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ ഓഫീസിൽ പോകുന്നവരോ പഠിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ ജോലിയും തിരക്കും ഒക്കെ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് 10 days കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിലും ഡേയ്സ് കുറച്ച് എക്സ്റ്റെൻഡ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു പോകാൻ പറ്റിയാൽ എന്തായാലും നിങ്ങൾക്ക് തന്നെ അത് പ്രയോജനപ്പെടും. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 10 day ചലഞ്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കാൻ, ഈ ഒരു രീതിയിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ ഡേയ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിലും നിങ്ങളുടെ ഫോണിൽ തന്നെ നോട്ട്സിൽ ഡേ 1 കംപ്ലീറ്റഡ്, ഡേ 2 കംപ്ലീറ്റഡ് എന്ന് മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തോ, അറ്റ്ലീസ്റ്റ് ഒരു ഡേ എങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കമന്റിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഗുഡ് സ്റ്റാർട്ട് ലാംഗ്വേജ് പഠിക്കുന്നതിന്. നിങ്ങൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അണ്ടിൽ ദെൻ ബൈ.